ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയും. ഐ ആം ലിസണിങ് ടു മ്യൂസിക്. ലിസൺ മ്യൂസിക് എന്നാണ് പലരും പറയാറ്. ഐ ലൈക്ക് ലിസൺ മ്യൂസിക് എന്ന് പറയും. ബട്ട് ആക്ച്വലി ദാറ്റ്സ് എ മിസ്റ്റേക്ക്. ലിസണിങ് കൂടെ എന്ത് വേണം? ടു വരണം. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെയാണത് ഇംഗ്ലീഷിൻ്റെ രീതി. അപ്പോൾ ഈ ആക്ഷൻസ് കൂടെ വരുന്ന പാർട്ട്നേഴ്സാണ് വി ഗോയിങ് ടു ലുക്ക് അറ്റ് ദ ആക്ഷൻ പ്ലസ് പാർട്ട്നേഴ്സ്. ദ ആക്ഷൻസ് പ്ലസ് പാർട്ട്നർ. ഈ ആക്ഷൻസ് കൂടെ ആര് വരുന്നു? സോ വിൽ ബി ലുക്കിംഗ് അറ്റ് ടു. ഈ ടു എവിടെയൊക്കെ വരുന്നു നമുക്ക് പഠിക്കാം. റെഡി? യാ, ഫ്രീ ഹാൻഡ്സ്. സോ വി ആർ ലേണിംഗ് ഇംഗ്ലീഷ് ടു TPR. Total physical response. So free hands. Ready? Yeah, come on. Go to, come to, talk to, speak to, listen to, travel to, respond to, reply to, respond to, react to, and finally subscribe to. മിക്ക യൂട്യൂബ് ചാനൽ മിക്ക വ്ളോഗേഴ്സും പറയാറ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ എന്ന് പറയാറ്. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ മനസ്സിലാക്കുക, അവർക്ക് ഞങ്ങളെ നമ്പർ കൊടുക്കുക. കാര്യം അവർക്ക് ഇംഗ്ലീഷ് എന്തോ ഒരു പ്രശ്നമുണ്ട്. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഹിസ് ഇംഗ്ലീഷ് ഇസ് ഗുഡ്. വൺസ് അഗൈൻ കം ഓൺ. ഗോ ടു, കം ടു, ടോക്ക് ടു, സ്പീക്ക് ടു, ലിസൺ ടു, travel to, reply to, respond to, react to, and subscribe to. Alright? Remember, ഈ go homeന് മുമ്പിൽ എന്ത് ചെയ്യണ്ട? To വേണ്ട. അപ്പോൾ എന്ത് പറഞ്ഞാൽ മതി? Go home, come home, reach home, get home, return home, call home. Okay. ആൻഡ് റിമെമ്പർ, ഈ ടോക്ക് ടു എന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടോക്ക് വിത്ത് എന്നും പറയാറുണ്ട്. ഇപ്പം എന്നോട് സംസാരിക്കുന്നതിന് പറയും, എന്നോട് സംസാരിക്കൂ, ടോക്ക് ടു മീ അടാ, അല്ലെങ്കിൽ ടോക്ക് വിത്ത് മീ. പണ്ടൊരു നോക്കിയ ഫോൺ ഉണ്ടായിരുന്നു. അതിനകത്തൊരു അന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി കേട്ടൊരു മ്യൂസിക് ആയിരുന്നു. എന്താണ്? വോക്ക് വിത്ത് മീ, ടോക്ക് ടു മീ, കം ഫിൽ മീ ഇന്നുണ്ട്. പാട്ടിട്ടുണ്ടോ? ആരും നോക്കിയ ഫോൺ ഉപയോഗിച്ചില്ലേ? പണ്ട് ആ 1100 ഫോണാണ് അതിലെ. അതിൽ ഇംഗ്ലീഷ് അതിൽ റിംഗ് ടോൺ ഇതായിരുന്നു. വോക്ക് വിത്ത് മീ, ടോക്ക് ടു മീ, കം ഫിൽ മീ ഇൻ. എൻ്റെ ഉള്ളം നിറക്കൂ. അണ്ടർസ്റ്റാൻഡ് മീ. അന്ന് ഇംഗ്ലീഷ് കേൾക്കാൻ ആഗ്രഹം കൊണ്ട് അന്ന് ഈ ടോൺ എടുക്കാൻ കേൾക്കുമായിരുന്നു.